എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. നമുക്കിന്ന് വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉള്ളിയൊന്നും വഴറ്റി അതെല്ലാം കൂടെ ചട്ടിയിലിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് മാങ്ങാക്കറിയുടെ റെസിപ്പി കാണാം. ഇത് വളരെ പഴയ ഒരു റെസിപ്പിയാണ്. എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ്. കൊല്ലത്താണ് അമ്മമ്മയുടെ വീട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പൊളിച്ച കൊഞ്ചെടുത്തിട്ടുണ്ട്. ഒരു 10-25 കൊഞ്ചിൽ കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. പുളിയുള്ള മാങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം നമുക്കിതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു മുരിങ്ങയ്ക്ക സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. മീഡിയം സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്കായും മാങ്ങയും വേവുന്നതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്ക്കൊക്കെ വെള്ളം ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് അടുപ്പത്തോട്ട് മാറ്റാം. ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ നല്ല വെന്ത് വരുന്നിട വരെ ഇത് കുക്കാവണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കാം. വളരെ എളുപ്പമാണ്. ഇത്രയും തന്നെ എളുപ്പമാണെന്ന് നോക്കിയേ. പിന്നെ നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 5-6 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ അരപ്പ് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങയ്ക്കായി മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇളക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇത് പിരിഞ്ഞു പോകാതെ. അതുപോലെ തന്നെ മിക്സി കഴുകി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് കവർ ചെയ്ത് കുക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനേ ബാക്കിയുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് നമ്മുടെ കറിയൊക്കെ നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് താളിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കൊഞ്ച് മാങ്ങാക്കറി അല്ലെങ്കിൽ ചെമ്മീൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പഴയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.